ഞാൻ പഠിച്ചത് മുഴുവൻ ഒരു പ്രവാസിയായിട്ടാണ് സ്കൂൾ പഠിച്ചത്. പക്ഷേ എൻ്റെ ആദ്യത്തെ നാട് അനുഭവം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ട്രിവാൻഡ്രം എന്ന് പറയുമ്പോൾ ഒരു എനർജിയാണ്. എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഒന്ന് ഡാൻസ് കളിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. എന്തായിരുന്നു പെർഫോമൻസ്? തകർത്തു, ശരിക്കും തകർത്തു ഇല്ലേ? സത്യമാണോ? തകർത്തു, അടിപൊളി. താങ്ക് യു പാർവതി. ഞാൻ എൻ്റെ കോളേജ് പഠന സമയം മുതൽ നിയമസഭയിൽ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ആയിട്ട് വരുമ്പോൾ ഒരുപാട് പാടാൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വേദി എനിക്കൊരു പുതിയൊരു വേദിയല്ല. ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എൻ്റെ കോളേജ് കാലഘട്ടം ഒക്കെ എന്നെ ഓർമ്മിപ്പിക്കുന്ന ഒരു വേദിയാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാവരും, പാർവതിക്ക് അറിയില്ലല്ലോ ഇവരെന്ത് അസലായിട്ടാണ് പാടുമെന്ന്. അറിയോ? എനിക്ക് ഈ ഊർജ്ജം മുഴുവൻ കിട്ടുന്നത് ഇവർ ഓരോരുത്തരുടെ അടുത്തുനിന്നാണ്. കാരണം ഇന്നും ഈ 40ാമത്തെ വയസ്സിൽ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ അത് പറയാറില്ല. എനിക്കത് പറയാൻ ഇഷ്ടം. സാധാരണ ഇത് പറയാറില്ല. സൂപ്പർ സ്റ്റാർ ചോദിച്ചാലും പറയാറില്ല. എന്ത് ചോദിച്ചാലും പറയും ഇതിന്റെ വിഷ്ണുജിനെയൊക്കെ നോക്കി അദ്ദേഹമൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്നു ഇപ്പോഴും. കുറച്ച് നര വന്നു എന്ന് മാത്രം, വേറെ ഒരു വ്യത്യാസമില്ല. എൻ്റെ സ്വന്തം ട്രിവാൻഡ്രത്തിന് വേണ്ടി. പിന്നെ അത് മാത്രമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ ഒരു ഭാഗ്യം എന്താണെന്ന് വെച്ചാൽ 18ാം പടി എന്ന ചിത്രത്തിൽ നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ ആൻഥം അത് രണ്ടാമത് ഉണ്ടാക്കുകയുണ്ടായി. അപ്പോൾ ആ ആൻഥം എനിക്ക് പാടാൻ കിട്ടി. അപ്പോൾ അത് വേറെ ഒരു മഹാപുണ്യമാണ്. ഈ പത്മനാഭസ്വാമിയുടെ ഈ ഒരു മണ്ണിൽ ആ ഒരു ഗാനം പാടാൻ സാധിച്ചത് വലിയൊരു അനുഗ്രഹം. പിന്നെ എൻ്റെ ഗുരുക്കന്മാരും എല്ലാവരും ഉള്ള ഒരു നാടാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇവിടെ സംഗീതം നിറഞ്ഞു നിൽക്കുന്നൊരു സദസ്സാണ്. എനിക്കൊരു ആഗ്രഹമുണ്ട്. ഹാപ്പി ന്യൂ ഇയർ അല്ലേ? അതാണ്. അപ്പോൾ ഈ ന്യൂ ഇയർ സമയത്ത് ഞാനൊരു പാട്ട് പാടാം. എന്നാ ഞങ്ങൾ പോണ ദേവസ്യേട്ടാന്ന് പറയരുത്. ഇല്ല, അങ്ങനെ ആരെങ്കിലും പറയൂ ഇവിടെ. അപ്പൊ ഇല്ലാന്ന്. അതിന്റെ ഉത്തരം ഞാൻ നിങ്ങളിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, റെഡിയാണോ? റെഡി? തലയാട്ടൽ പറ്റില്ല, നമ്മൾ കൈയടിച്ച് തന്നെ ഉത്തരം പറയും. റെഡി. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ. വീട്ടിലിരുന്ന് പാടാനല്ല, ഉറക്കെ പാടൂന്നല്ലേ? ഉറക്കെ പാടൂ. അതെ. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിന്റെ കൂടെ. കുറച്ചുകൂടെ പോരാ. എൻ്റെ സ്വന്തം ട്രിവാൻഡ്രം. ഇതൊരു സൈഡ്. ചേച്ചി പോവാണോ? ഞാൻ വരണ്ടേ? ഞാൻ വരണോ കൂടെ? പാർവതി ആ സൈഡ് പോയി നിന്നോളൂ. ആ സൈഡിൽ നമുക്ക് കൂടുതൽ ശബ്ദത്തിൽ പാടാം. ആ സൈഡാണോ ഈ സൈഡാണോ? അവിടെ നിന്നോ. ഓക്കെ ചേച്ചി, റെഡി. കാനന ഛായയിലാടുമേക്കാൻ ഞാനും വരട്ടയോ നിങ്ങളുടെ കൂടെ. ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്ന് കൊണ്ടുപോകൂ. വേണ്ടോ മലയാളെ. അങ്ങനെയല്ലല്ലോ, അങ്ങനെയാണ് ആരുടെ ഈ പറഞ്ഞത്? ദൈവമേ, ഭാര്യ എവിടെ ഉണ്ട്? അതുകൊണ്ടായിരിക്കും. ഇന്ന് വേണ്ട, പിന്നെ അതാണ്. കണ്ടോ ഒന്നാവനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടൊന്നു കൊണ്ടുപോകൂ. പിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ടോ മലയാളെ. സൂപ്പർ. സാറിന്റെ പേരെന്താണ്? എന്റെ പേര് നൂർ മുഹമ്മദ്. നൂർ മുഹമ്മദിന് 100,000 കയ്യടി. സൂപ്പർ ചേച്ചി, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പാട്ടും കൂടെ. ശരി. സാറിന് എന്നോട് എന്തോ ഒരു പിണക്കുള്ള പോലെ. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തെത്ര കോപത്തിൻ സിന്ദൂരം. എൻ മുഖം കാണുമ്പോൾ നിൻ കൺമുനകളിൽ എന്തെത്ര കോപത്തിൻ സിന്ദൂരം. എന്നടുത്തെത്തുമ്പോൾ എന്തു ചോദിക്കലും എന്തിനാണ് ഈ മൗനം. ഒരു നിറഞ്ഞ കയ്യടി കൊടുത്ത് ഈ സംവിധായകനെ നമുക്കൊന്ന് സ്വാഗതം ചെയ്യാം. സർ, പോടൂട്ടാ. നമ്മുടെ രഞ്ജിത്തേട്ടനാണ്. ഈ പാട്ട് അറിയില്ലേ സർ?
എന്നടുത്തെത്തുമ്പോൾ ഞാൻ പാടിക്കും എന്തിനാണെന്തിനാണീ മൗനം. മാണിക്യ വീണയുമായ മനസ്സിന്റെ പൂവിലുണർന്നവളെ പാടുകില്ലേ വീണമീട്ടുകില്ലേ എന്റെ വേദന എന്നോട് ചൊല്ലുകില്ലേ ഒന്നും മിണ്ടുകില്ലേ. സൂപ്പർ. രജപുത്രയിലെ അടുത്ത പടത്തില് സാർ എന്തായാലും ഒരു പാട്ട് പാടണം സാർ, അല്ലേ ചേച്ചി? പക്ഷെ തുടരും സിനിമയിൽ എന്നെ പാടിക്കാഞ്ഞതിൽ ഞാൻ മിണ്ടില്ല. നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ, നിന്നോട് മിണ്ടില്ല ഞാൻ, നിന്നോട് കൂട്ടില്ല ഞാൻ. കനവിലെ കള്ളൻ നീയല്ലേ, പിണങ്ങാൻ എന്താണ്, മയങ്ങാൻ എന്താണ്, എന്താണ്, എന്താണ് എൻ്റെ മിനുങ്ങാൻ എന്താണ്, എന്താണ്, എന്താണ് പിണങ്ങാൻ എന്താണ്, എന്താണ്, എന്താണ് എൻ്റെ എന്റെ ചേലത്തെ ചെമ്പരുന്തല്ലേ, നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ, ഞാനല്ലേ. മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. കിളിങ്ങാക്കിങ്ങിണി ചെപ്പേ ചിരിക്കാ ചെമ്പകമൊട്ടെ, പിണങ്ങാൻ എന്താണ്, എന്താണ്, ഹൈ 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 മിനുങ്ങാൻ എന്താണ്, 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 മയങ്ങാൻ എന്താണ്, എന്താണ് എൻ്റെ എൻ്റെ നിന്റെ ഞാനല്ലേ, ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. സൂപ്പർ. ഇതാണ് പാർവതി എന്റെ ട്രിവാൻഡ്രം. ചേച്ചി തകർത്തു ചേച്ചി, അടിപൊളിയായിരുന്നില്ലേ ചേച്ചി? വന്നു നിങ്ങൾ എല്ലാരും പാട്ട് പാടിയില്ലേ? ഇനി എല്ലാരും കൂടി ആ. നമ്മുടെതാ ഈ കൊച്ചു കലാകാരി എത്രയോ വർഷങ്ങളായി ഞങ്ങളുടെ കൂടെ സൂപ്പർ സ്റ്റാറിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വാചകടിച്ച് നടക്കുന്നു. ഒരു 2 വരി എന്റെ കൂടെ പാടിക്കോ ധൈര്യമായിട്ട്. ചേച്ചി ചേച്ചി ലല്ലല്ല 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 ലല്ലല്ല. എല്ലാരും കൈയടിച്ച് ഈ താളത്തില് 1 2 1 2 1 2 1. ലല്ലല്ല 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 തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം, തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാം, ആകാശ പൊന്നാനി നിലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പിവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ഒരു വലിയ കൈയടി കൊടുക്കാം നമ്മുടെ മഞ്ചരി ചേച്ചിക്ക്. ചേച്ചി താങ്ക് യു സോ മച്ച്. ലവ് യു ചേച്ചി, ലവ് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് ചേച്ചി. വീണ്ടും കാണാം. തരാ ബൈ. Bima ba 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 ma ba ba ba